വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സും കൊണ്ട് എങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അത് ക്രിസ്മസ് ആർട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു A4 ഷീറ്റ് പേപ്പറും കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോ. ഒരു ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, നമ്മളാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ A4 ഷീറ്റ് അല്ലാതെ വേറെ എടുക്കുന്ന കാര്യങ്ങൾ ഇതേപോലത്തെ ഒരു പച്ച പേപ്പർ, എന്നിട്ട് ഈ കാർഡ്ബോർഡ് കഷ്ണം നമുക്ക് വേണം. ഇതേപോലത്തെ നമ്മൾ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പഴയ പത്ര പേപ്പർ, എന്നിട്ടാണെങ്കിൽ ഒരു സ്റ്റാപ്ലയർ, ഒരു കട്ടർ, എന്നിട്ട് ഒരു മാർക്കർ, എന്നിട്ട് ഒരു സിസേഴ്സ്. നമ്മളാണെങ്കിൽ ആദ്യം ഈ പേപ്പർ ആണെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ചുരുട്ടാം. ഇങ്ങനെ ഈ ഷേപ്പ് ഒരു വരുന്ന രീതി. ഇനി നമ്മൾ ഈ സൈഡ് വെച്ച് സ്റ്റാപ്ലർ അടിക്കാണ് ചെയ്യേണ്ടത്. സ്റ്റാപ്ലർ ഇവിടെ അടിക്കണം. 2 പ്രാവശ്യമാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പ് വിട്ടു പോവില്ല. എന്നിട്ട് നമ്മൾ അടിവശം ഒന്ന് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടാനായിട്ട് ഇതിൻ്റെ അടിവശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പേപ്പറും കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സിസേഴ്സും കൊണ്ട് പേപ്പറിനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് പിന്നെ അടിവശം ആവശ്യമില്ല. ഇതാണെങ്കിൽ സ്റ്റാപ്ലർ അടിച്ച് ആ ഷേപ്പ് അടിക്കാൻ വേണ്ടി മാത്രമാണ്. അതങ്ങ് പോകും. നമ്മൾ ഇങ്ങനെ ചുരുട്ടി വെച്ച ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്ന് നമുക്ക് ഒന്നും കൂടെ സ്റ്റാപ്ലർ കൊണ്ട് അടിക്കാം. നമ്മളപ്പോഴത്തേക്കും ഈ സൈഡ് സ്റ്റാപ്ലർ കൊണ്ടൊക്കെ അടിച്ച് ഈ സൈഡ് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ടേപ്പും കൊണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് വട്ടം വരച്ചെടുക്കാം. അടി വെക്കാനായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് കഷ്ണം അത് നമ്മൾ മാർക്കറും കൊണ്ടാണ് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഗൈസ്, നമ്മളപ്പോഴത്തേക്കും റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മളപ്പോഴത്തേക്കും ഇതിൻ്റെ അടി വെക്കാൻ പാകത്തിനാണെങ്കിൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പത്രപ്പേപ്പർ ആണെങ്കിൽ വെട്ടി ഇതിൻ്റെ അകത്ത് വെക്കണം. അതിനായിട്ടാണ് നമ്മൾ ആദ്യം ഒരു പത്രപ്പേപ്പർ കീറി അങ്ങ് എടുക്കുക. എന്നിട്ട് അങ്ങ് ചുരുട്ടുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടിട്ട് വല്ല മാർക്കറോ അങ്ങനത്തെ നീളമുള്ള സാധനം കൊണ്ട് തള്ളിക്കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ള് നിറയുന്ന വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്താലേ ഇതിൻ്റെ അങ്ങേ അറ്റം വരെ കയറും. നന്നായിട്ട് പുഷ് ചെയ്യുക. ഇനി നമ്മൾ ഇങ്ങനെ ഫുള്ളിട്ട് നിറയ്ക്കാൻ പോവാണ്. വീണ്ടും പേപ്പർ കയറ്റുക, പുഷ് ചെയ്യുക. ഇനി ഈ പേപ്പർ മൊത്തം കയറ്റിയിട്ട് കാണാം. നമ്മളപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്താണെങ്കിൽ പേപ്പർ നിറച്ചിട്ടുണ്ട്. ഈ തുമ്പോട്ട് ഇവിടം വരെ നിറച്ചിട്ടുണ്ട്. നല്ല കട്ടിക്കാണ് നിറച്ചിരിക്കുന്നത്. ഇനി നമുക്കാണെങ്കിൽ കാർഡ്ബോർഡ്
ഇങ്ങനെ റൗണ്ടിൽ വെട്ടിയെടുത്ത് ഇവിടെ വെച്ചങ്ങ് വെക്കണം, ഒട്ടിച്ച് വെക്കണം. അതിനായിട്ട് നമ്മൾ ഇതായി വെള്ള ടേപ്പ് എടുത്ത് ഇങ്ങനെ അങ്ങ് എടുക്കുക, ഇങ്ങനെ അങ്ങ് വെച്ച് ഒട്ടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ചേരെടുക്കുന്നുണ്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച്. ഗായ്സ്, നമ്മളപ്പോഴത്തേക്കും ആണെങ്കിൽ ഇതിന് ചുറ്റുമാണെങ്കിൽ ഇത് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇനി ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു ചുരുട്ടിയ കാർഡ്ബോർഡിൻ്റെ കഷ്ണം പോലെ വേണം. നമ്മൾ എന്താണെങ്കിൽ ഒരു ഈ നീളത്തിൽ എടുത്തിട്ട് ചുരുട്ടിയിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ്. ഇതിൻ്റെ അടിയിലത്തെ ഇങ്ങനത്തെ പേപ്പർ ഒരു സൈഡിലത്തെ മാത്രം പൊളിച്ച് കളയണം. അത് നമുക്ക് പൊളിച്ച് കളയാം. ഇതാദ്യം ഇങ്ങനെ പൊളിച്ചിട്ട് കത്രിക ഇങ്ങനെ കെട്ടി വിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഗൈസ്, നമ്മളപ്പോഴത്തേക്കും ഇതിങ്ങനെ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് വളച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് അങ്ങ് ഒട്ടിക്കാനാണ്. ഗൈസ്, നമ്മളപ്പോഴത്തേക്കും ഇതിൻ്റെ അടി ഗ്ലൂ ഗണ്ണും കൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ ചുരുട്ടിയ കാർഡ്ബോർഡിൻ്റെ ഈ സാധനം ഗ്ലൂ ഗണ്ണും കൊണ്ടാണെങ്കിൽ അടി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ വെക്കാനായിട്ട് നമ്മളെടുത്ത കാർഡ്ബോർഡിനേക്കാളും ഒരു വലിയ കാർഡ്ബോർഡ് റൗണ്ടായിട്ട് എടുത്തിട്ടാണ് നമ്മളിതാ ഇവിടെ അടിവശത്ത് സ്റ്റാൻഡ് പോലെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ ഈ പേപ്പർ ആണെങ്കിൽ നമുക്ക് മുറിച്ചെടുത്ത് ഇതിൻ്റെ ചുറ്റിലും ആണെങ്കിൽ ട്രീ പോലെ ആക്കി കൊടുക്കാം. അതിനാദ്യം നമ്മൾ ഈ പേപ്പർ സ്ട്രെയിറ്റ് വെട്ടണം. എന്നിട്ട് നമ്മളൊരു ചെറിയ സ്ഥലം മാത്രം വെട്ടിക്കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ മാർക്കറും കൊണ്ട് വരച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോഴത്തേക്കും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് മുകളിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം.
ഗൈസ് നമ്മളപ്പോഴത്തേക്കും വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം. ഇനി നമുക്കാണെങ്കിൽ ഇതിങ്ങനെ വെച്ചൊന്ന് മടക്കി കൊടുക്കാം. ഗൈസ് നമ്മളപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മൾ വെട്ടിയെടുത്ത സാധനം മടക്കിയിട്ട് ഒന്നും കൂടെ രണ്ടായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ. പിന്നെ നമുക്കാണെങ്കിൽ ഒരെണ്ണം ഇവിടെ മാറ്റി വയ്ക്കാം. ഒരെണ്ണം ഒന്നും കൂടെ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് ഇതേപോലത്തെ ഒരു സിസേഴ്സും കൊണ്ട് അടുപ്പിച്ച് വെട്ടിക്കൊടുക്കാം. നമ്മളപ്പോഴത്തേക്ക് അടുപ്പിച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിവർത്തി നോക്കാം. നമ്മളിതാ നിവർത്തിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒന്നും കൂടെ മടക്കാം. ഒന്നും കൂടെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ തുമ്പും കൊണ്ട് നമുക്ക് ഇതൊന്ന് വളച്ചു കൊടുക്കാം. ഈ തുമ്പതാ ഇങ്ങനെ വെച്ചങ്ങ് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോഴത്തേക്ക് ഇതിൻ്റെ തുമ്പ് വളച്ചു കൊടുത്തിട്ടുണ്ട്. വളച്ചു കൊടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് ഈ സൈഡിൽ നിന്ന് വെട്ടിക്കൊണ്ടിരുന്നത്. അത് വെട്ടിക്കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തുറന്ന് വെട്ടി വീഴാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണും. നല്ല വലുതായിട്ട് ഇങ്ങനെ ആ സ്ഥലം ഒന്ന് നടുക്കൊന്ന് അല്ലെങ്കിൽ ഒരു 2 വെട്ടെങ്കിലും സിസേഴ്സും കൊണ്ട് വെട്ടിക്കൊടുക്കാം. നമ്മളപ്പോഴത്തേക്കും വെട്ടില്ലാത്ത സ്ഥലത്തൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മടക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ വളച്ചു കൊടുക്കാം. നമ്മൾ വെട്ടിയ ഭാഗം വെച്ച് വളച്ചു കൊടുക്കാം. ഇനി നമുക്ക് വളച്ചു കൊടുത്തിട്ട് കാണാം. ഗൈസ് നമ്മളപ്പോഴത്തേക്കും ആണെങ്കിൽ ആ വെട്ടിയെടുത്ത സാധനം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വളച്ചു കൊടുത്ത സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഫുള്ളും അങ്ങ് ചുറ്റി കൊടുക്കാം. ഗായ്സ് നമ്മളപ്പോഴത്തേക്കും ആണെങ്കിൽ ഇതിന് ചുറ്റുമായി ആ പച്ച പേപ്പർ ചുറ്റിയിട്ടുണ്ട്. നമ്മൾ വെട്ടി ചുറ്റിക്കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. നമ്മളിനി ഇതിൻ്റെ അടിവശത്താണെങ്കിൽ തടിയുടെ കളർ ബ്രൗൺ അടിക്കണം. അതിനായിട്ട് നമ്മൾ അക്രിലിക് കളർ ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. ഫെവിക്രിലിനാണ് അക്രിലിക് കളർ. നമ്മൾ നേരിട്ട് ഇതിലോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ഇതിൻ്റെ അടി മൊത്തം അടിച്ചിട്ട് കാണാം. ഗായ്സ് നമ്മളപ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചു. എന്നിട്ടാണെങ്കിൽ തെർമോക്കോൾ ബോൾസ് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കളർ തെർമോക്കോൾ ബോൾസ് ആയതുകൊണ്ട് ഈ സൈഡ് മൊത്തം അങ്ങ് ഒട്ടിച്ചു. എന്നിട്ട് സ്റ്റാർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് സ്റ്റാർ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വേറൊരു ദിവസം വേറൊരു വീഡിയോയുമായി നിഖിൽസ് ട്യൂബ് വരുന്നത് വരെ ബൈ.